Okay, next, move on to next question. What is social drama? What are its characteristic features and purpose? എന്താണ് social drama? അപ്പോൾ different kinds of drama കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ social drama എന്താണ്? Social drama as defined by Victor Turner is a sequence of conflictive social interactions. എന്താണ് sequensive social interaction? അതായത് ഒരു social interactionന്റെ ഒരു sequence ആയിട്ടുള്ള scenes കൊടുക്കുന്ന ഒരു play ആണ് social drama എന്ന് പറയുന്നത്. It challenges social codes by presenting conflict characters must overcome, and it differs from realism by focusing on social issues rather than traditional storytelling. അപ്പോൾ traditional way of drama എന്ന് പറയുന്ന ഒരു സാധാ ഒരു സ്റ്റോറി ടെല്ലിംഗ് കൈൻഡ് ഓഫ് രീതിയായിരുന്നു. ബട്ട് അതിൽ നിന്നും സോഷ്യൽ ഇഷ്യൂസിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലേക്ക് പിന്നീട് സോഷ്യൽ ഡ്രാമ വരികയാണ് ചെയ്യുന്നത്. Social drama addresses contemporary societal concerns like mob lynching, intercaste marriage, and climate change and deforestation. അപ്പോൾ ഒരു മോഡേൺ തീംസ് ഒക്കെ പ്രസന്റ് ചെയ്തുകൊണ്ടായിരുന്നു സോഷ്യൽ ഡ്രാമ കൺസിസ്റ്റ് ചെയ്തിരുന്നത്. ലൈക്ക് സൊസൈറ്റൽ ഇഷ്യൂസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള തീംസ് ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ അടങ്ങിയിട്ടുള്ള വർക്ക്സ് ആയിരുന്നു സോഷ്യൽ ഡ്രാമ ഫോക്കസ് ചെയ്തിരുന്നത്. Its primary aim to raise awareness and promote social changes. It is often used in schools and clubs to engage communities in discussion on pressing social issues. So, social issues നെ denote ചെയ്യുന്ന രീതിയിലാണ് social ഡ്രാമയുടെ ഒരു മെയിൻ ഫോക്കസ് വരുന്നത്. Okay, move on to next question. Discuss the characteristics and purpose of amateur theatre, particularly referencing its role in Kannada theatre. എന്താണ് amateur theatre? Amateur theatre performed by unpaid non-union actors. എന്തായിരുന്നു? അൺപെയ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിരുന്നു amateur theatreലെ ക്യാരക്ടേഴ്സ് ആയിട്ട് പ്ലേ ചെയ്തിരുന്നത്. ആൻഡ് ദേ വർ നോൺ യൂണിയൻ ആക്ടേഴ്സ്. ആക്ടേഴ്സിനായിട്ട് ഒരു യൂണിയൻ ഒന്നും ഇല്ലാതെ ഒരു അൺപെയ്ഡ് ക്യാരക്ടേഴ്സ് ആയിരുന്നു പ്ലേ ചെയ്തിരുന്നത്. ഇൻ പബ്ലിക് ആൻഡ് കമ്മ്യൂണിറ്റി സ്പേസസ്. എവിടേക്കായിരുന്നു പ്ലേ ചെയ്തിരുന്നത്? പബ്ലിക്കില്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സ്പേസസ്, ആൻഡ് പ്രൊമോട്ട് കൾച്ചറൽ എക്സ്പ്രഷൻ ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് വെൽ ബീയിങ്. സോ പബ്ലിക്കിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സ്പേസസിലും ഒക്കെ ആയിരുന്നു amateur theatre പ്രസന്റ് ചെയ്തിരുന്നത്. And in Kannada theatre, it emerged to free theatre from commercialism, focusing on interpretation, critique and social relevance. അപ്പോൾ കന്നഡയിൽ amateur theatreന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു? It emerged free theatre from commercialism. Like money expect ചെയ്തുകൊണ്ടുള്ള ഒരു കൈൻഡ് ഓഫ് തിയേറ്ററിൽ നിന്നും ഫ്രീ ആയിരുന്നു amateur theatreന്റെ കന്നഡയിലുള്ള ആ ഒരു പ്രത്യേകത. Then coexisting with films, it emphasized realism, attracted educated actors and revitalized the declining professional stage. പിന്നീട് എന്ത് ചെയ്യാണ്? ഫിലിമുമായിട്ട് എൻഗേജ് ചെയ്തുകൊണ്ട് റീവിറ്റലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു പ്രൊഫഷണൽ സ്റ്റേജിലേക്ക് പിന്നീട് amateur തിയേറ്ററിന്റെ ഡെവലപ്മെന്റ് കൂടാണ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. Then move on to next question. Describe street theatre. അപ്പോൾ നെക്സ്റ്റ് കൈൻഡ് ഓഫ് തിയേറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സ്ട്രീറ്റ് തിയേറ്റർ. Its performance style and its historical connection to progressive movements in India. Street theatre is performed in public space to engage spontaneous audiences. അപ്പോൾ എന്താണ് സ്ട്രീറ്റ് തിയേറ്റർ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? ഇറ്റ് ഈസ് പെർഫോംഡ് ഇൻ പബ്ലിക് സ്പേസസ്. പബ്ലിക് സ്പേസസിലായിരുന്നു പെർഫോം ചെയ്തിരുന്നത്. എൻഗേജ് സ്പോണ്ടേനിയസ് ഓഡിയൻസസ്. അപ്പോഴുള്ള ഓഡിയൻസിന്റെ മുന്നിൽ വെച്ചിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അൺലൈക്ക് ഓപ്പൺ എയർ തിയേറ്റർ വിത്ത് ഡിസെൻറ്റിഗ്രേറ്റഡ് വീനസ്. ആൻഡ് ഒറിജിനേറ്റിംഗ് ഫ്രം 1940s progressive theatre in Kolkata, it aligned with the anti-fascist leftist ideals. അപ്പോൾ എന്താണ്? ഒരു പൊളിറ്റിക്കൽ ഐഡിയൽസിലൂടെ ആയിരുന്നു സ്ട്രീറ്റ് തിയേറ്റർ ഫോക്കസ് ചെയ്തിരുന്നത്. ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറ്റ് വോയിസ്ഡ് കോമൺ പീപ്പിൾസ് കൺസേൺസ് യൂസിങ് ഷോർട്ട് ഡയറക്റ്റ് പ്ലേ വിത്ത് ഹ്യൂമർ സോങ്സ് ആൻഡ് എക്സാജറേറ്റഡ് ആക്ഷൻസ്. എക്സാജറേറ്റ് ചെയ്തിട്ടുള്ള ആക്ഷൻസിലൂടെയും പോസ്റ്റ് ഇൻഡിപെൻഡൻസിനെ കുറിച്ചും വോയിസിനെ കുറിച്ചും കോമൺ പീപ്പിൾസിന്റെ കൺസേൺസിനെ കുറിച്ചൊക്കെ ആയിരുന്നു സ്ട്രീറ്റ് തിയേറ്ററിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. Defined as militant political theatre of protest, it aimed to mobilize the public. And key figures include Safdar Hashmi and Jana Natyamanch with 1980s Karnataka talking issues like inequality and rape laws. സോ എന്താണ്? സൊസൈറ്റിയിൽ നടക്കുന്ന റിയൽ ആയിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ കുറിച്ചും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അത് സ്പോണ്ടേനിയസ് ആയിട്ട് പബ്ലിക്കിൽ നടത്തുന്ന ഒരു പ്ലേ ആണ് സ്ട്രീറ്റ് തിയേറ്റർ. സ്പോണ്ടേനിയസ് ഓഡിയൻസസ് ആയിരിക്കും സ്ട്രീറ്റ് തിയേറ്ററിൽ ഉണ്ടായിരിക്കുക. ഓക്കെ ആണോ?
ഓക്കെ, മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫൈൻ പ്രോസ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് കീ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ എന്താണ് പ്രോസ് ആൻഡ് പ്രോസിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നാണ്. Prose is any written or spoken expression that follows the natural flow of speech without a metrical structure. അപ്പൊ എന്താണ് പ്രോസ്? ഒരു സ്പോക്കൺ ഓർ റിട്ടൺ എക്സ്പ്രഷനെയാണ് നമ്മൾ പ്രോസ് അല്ലെങ്കിൽ എസ്സേ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് എ ഫ്ലോ ആൻഡ് എ നേച്ചുറൽ ഫ്ലോ ഓഫ് സ്പീച്ച്. നേച്ചുറൽ ഫ്ലോ ഓഫ് സ്പീച്ച് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു ഡിമാൻഡ്. വിത്തൗട്ട് എ മെട്രിക്കൽ സ്ട്രക്ചർ. ഇത് യൂസ്ഡ് ഇൻ ബോത്ത് ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ. നമുക്ക് ഫിക്ഷനും ആക്കാം നോൺ ഫിക്ഷനും ആക്കാം. ലൈക്ക് നമ്മുടെ ഇമേജിനേറ്റീവിൽ ആയിട്ടുള്ള ഒരു ഇവന്റ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് തിങ്സിനെ കുറിച്ചും നമുക്ക് പ്രോസ് ചെയ്താം, അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ചും നമുക്ക് പ്രോസ് ചെയ്താവുന്നതാണ്. And the word prose comes from the Latin prosa oratio, meaning straightforward. Though it lacks a fixed meter, prose can have rhythm. അപ്പൊ പ്രോസിന് മേ ബി റിതം ഉണ്ടായിരിക്കാം, പക്ഷെ ഒരു ഫിക്സ്ഡ് മീറ്ററോ ഇത്ര അളവോ എന്നുള്ള ഒരു കൈൻഡ് ഓഫ് സ്ട്രക്ചറോ റൂൾസോ ഒന്നും പ്രോസ് റൈറ്റിംഗ്സിൽ ഇല്ല. ഓക്കെ, then move on to next. Briefly trace the early development of English prose. അപ്പൊ early development എങ്ങനെയായിരുന്നു ഇംഗ്ലീഷ് പ്രോസില്? English prose began in the 9th century but gained prominence by the 15th century. 9th century onwards English prose began ചെയ്തിട്ടുണ്ടെങ്കിലും 15th centuryയിലാണ് ഒരു പബ്ലിക് അപ്പിയറൻസ് അല്ലെങ്കിൽ പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്യുന്നത്. And the Elizabethan age, അതായത് 16th century, saw a boost with the advent of printing, making prose popular for entertainment and education. So printing pressന്റെ ഒരു കണ്ടെത്തലോട് കൂടിയിട്ടാണ് പിന്നീട് പ്രോസിന്റെ ആ ഒരു ഫോർമേഷൻ അല്ലെങ്കിൽ പ്രോസിനെ പോപ്പുലാരിറ്റിയിലേക്ക് എത്തിക്കുന്നത്. ലൈക്ക് എന്റർടൈൻ ചെയ്യിക്കാനും അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പർപ്പസസിനുമാണ് പിന്നീട് പ്രോസ് യൂസ് ചെയ്യുന്നത്. In the 17th century, prose became elaborative and influenced by religion and philosophy with growth in essay, history and biographies. So 18th century ആയ സമയത്ത് its flourishes with writers like Addison, Steele, Swift, Defoe and Johnson. അപ്പോൾ 17th century like 15th centuryയിലാണ് ഗെയിൻ പോപ്പുലാരിറ്റി എങ്കിലും 18th century വേണ്ടി വന്നു ഒരു പ്രോസ് റൈറ്റിംഗിന്റെ ആ ഒരു പീക്ക് സ്റ്റേജ്, ഒരു പീക്ക് പോപ്പുലാരിറ്റിയുടെ ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ. അപ്പൊ എന്താണ് പ്രോസ് റൈറ്റിംഗ്? അതുപോലെ തന്നെ പ്രോസ് റൈറ്റിംഗിന്റെ ഒരു കോർ ഫീച്ചർ ആണ് ഒരു റിയൽ ഫ്ലോ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് എലാബറേറ്റീവ് ആണ്, എന്റർടൈൻ ചെയ്യിക്കാനും എഡ്യൂക്കേഷണൽ പർപ്പസസിനും ആയിരുന്നു 16th സെഞ്ചുറിയിലെല്ലാം പ്രോസ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, യെസ്, മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് രാജാറാം മോഹൻ റോയ് ടു ഏർലി ഇന്ത്യൻ ഇംഗ്ലീഷ് പ്രോസ് ആൻഡ് ഹിസ് ഓവറാൾ സിഗ്നിഫിക്കൻസ്. അപ്പൊ രാജാറാം മോഹൻ റോയിയുടെ ഏർലി ഇന്ത്യൻ ഇംഗ്ലീഷ് പ്രോസ് ആൻഡ് ഹിസ് ഓവറാൾ സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചത്. Rajaram Mohan Roy in 1870 essay A Defense of Hinduism marked the first major Indian English publication. അതായിരുന്നു ഫസ്റ്റ് ഇന്ത്യൻ ഇംഗ്ലീഷ് പബ്ലിക്കേഷൻ ആയിരുന്നത്. And he also translated key religious texts like the Vedanta and Upanishads in 1860. അപ്പോൾ കീ റിലീജിയസ് ടെക്സ്റ്റും അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. Then known as the father of Bengali prose and the first begetter of Indian prose in English. അപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷിലെ ഒരു പ്രോസ് റൈറ്റർ ബിഗൻ ചെയ്യുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ഫസ്റ്റ് ആൻഡ് പ്രോമിനന്റ് റോൾ എന്ന് പറയുന്നത്. Then Tagore hailed him as the pioneer of India's modern period. Roy, also called the father of the Indian Renaissance, wrote reform-focused work under the literature of knowledge, contributing to political, social, religious and educational changes. So, educational, religious and political, social changes ഒക്കെ ഡിനോട്ട് ചെയ്തുകൊണ്ടായിരുന്നു രാജാറാം മോഹൻ റോയിയുടെ പ്രോസ് റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ടായിരുന്നത്. ഓക്കെ ആണോ? Move on to next question. Explain the term literature of knowledge. എന്താണ് literature of knowledge in the context of early Indo-Anglican literature? The period of Indo-Anglican literature from 1800 to 1857. Indo-Anglican literature period ആണ് 1800 to 57 എന്ന് പറയുന്നത്. Evolved with a focus on journalism and periphery. The literature produced during this time was more about spreading knowledge than artistic expression. ഈ ഒരു പീരീഡിൽ എങ്ങനെയായിരുന്നു ലിറ്ററേച്ചറിന്റെ ഒരു ഫോർമേഷൻ?
ലിറ്ററേച്ചർ ഈസ് മോർ സ്പ്രെഡിങ് നോളജ് ദാൻ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ. സോ ലിറ്ററേച്ചർ യൂസ് ചെയ്തിരുന്നത് ആദ്യമൊക്കെ ആസ് എ റൈറ്റർ, ആ റൈറ്ററിന്റെ ഒരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷനും ആ റൈറ്ററിന്റെ ഒരു ആർട്ടിസ്റ്റിക് വാല്യൂവും ഒക്കെ കാണിക്കാനായിരുന്നു. പക്ഷെ പിന്നീട് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയ സമയത്ത് എന്താണ്, മോർ യൂസ്ഡ് ഫോർ ദ നോളജ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായി യൂസ് ചെയ്യല്. സോ ദെർഫോർ ഇറ്റ് കാൾഡ് ലിറ്ററേച്ചർ ഓഫ് നോളജ് ഇൻസ്റ്റെഡ് ഓഫ്. അതുകൊണ്ടാണ് ആ പീരീഡിനെ ലിറ്ററേച്ചർ ഓഫ് നോളജ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ടോ? ഓക്കെ. And writers aim to bridge Eastern and Western civilizations and contribute to social, religious and political reforms. ഇപ്പോൾ സിവിലൈസേഷൻസിലൂടെ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ സിവിലൈസേഷനിലൂടെ ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പീരീഡിൽ. ലൈക്ക് എന്താണ് ഈസ്റ്റേൺ ട്രഡീഷൻ ആൻഡ് വെസ്റ്റേൺ ട്രഡീഷന്റെ ഒരു സിമിലാരിറ്റീസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺട്രിബ്യൂട്ടിങ് സോഷ്യോ റിലീജിയസ് പൊളിറ്റിക്കൽ റിഫോംസ് ആണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. സോ ഈ ഒരു പീരീഡിനെ ലിറ്ററേച്ചർ കൂടുതലായിട്ട് നോളജ് പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ലിറ്ററേച്ചർ ഓഫ് നോളജ് എന്ന് വിളിച്ചത്. ഓക്കെ ആണോ? ഹു ആർ ദ ബിഗ് 3 ഓഫ് ഇന്ത്യൻ ഫിക്ഷൻ ഇൻ ഇംഗ്ലീഷ്? ആരൊക്കെയാണ് ഇന്ത്യൻ ഫിക്ഷൻ? ബിഗ് 3 ഓഫ് ഇന്ത്യൻ ഫിക്ഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. R.K. നാരായൺ, മുൽക്ക് രാജ് ആനന്ദ് ആൻഡ് രാജാ റാവു. മെൻഷൻ 1 കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ തീം അസോസിയേറ്റഡ് വിത്ത് ഈച്ച്. എന്തായിരുന്നു മുൽക്ക് രാജ് ആനന്ദിന്റെ പ്രത്യേകത? മുൽക്ക് രാജ് ആനന്ദ് റോട്ട് എബൌട്ട് സോഷ്യോ എക്കണോമിക് ഇഷ്യൂസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബിഗ് 3 ഓഫ് ഫിക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തത്. സോഷ്യോ എക്കണോമിക് ഇഷ്യൂസിനെ റിയലിസ്റ്റിക് മാനറിൽ ഡിസ്ക്രൈബ് ചെയ്ത ആളായിരുന്നു. Then focusing on poverty and working class struggles in novels like The Big Heart and Two Leaves and a Bud. എന്താണ് അദ്ദേഹത്തിന്റെ വർക്കിൽ നമുക്ക് എക്സാമ്പിൾ കൊടുക്കാം. The Big Heart and the Two Leaves and a Bud. So then R.K. നാരായണന്റെ പ്രത്യേകത എന്തായിരുന്നു? R.K. നാരായൺ സെറ്റ് ഹിസ് സ്റ്റോറീസ് ഇൻ ദ ഫിക്ഷണൽ ടൗൺ ഓഫ് മൽഗുഡി. അദ്ദേഹത്തിന്റെ സ്റ്റോറീസ് കൂടുതലും ഫിക്ഷണൽ ടൗൺ, അദ്ദേഹം തന്നെ ഇമാജിനേഷനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മൽഗുഡി എന്ന് പറയുന്ന ഇതിലായിരുന്നു. ബ്ലെൻഡിങ് ട്രൂത്ത്, ഫാന്റസി ആൻഡ് റിയലിസം വിത്ത് ഹ്യൂമർ, സർക്കാസം ആൻഡ് മിത്തോളജി. സോ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ് സ്റ്റൈലില് ട്രൂത്തും ഫാന്റസിയുടെയും ഒരു ബ്ലെൻഡിങ് ആയിരുന്നു കാണാൻ കഴിഞ്ഞിരുന്നത്. സോ ദാറ്റ്സ് വൈ ഹി ഈസ് ബിക്കം ദ വൺ ഓഫ് ദ ഇന്ത്യാസ് ബിഗസ്റ്റ് 3. Then Raja Rao combined Indian traditions with modern values in his writings. അപ്പോൾ ഇന്ത്യൻ ട്രഡീഷനെ ബിഗൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു രാജാ റാവു. Okay, next question. What were the key themes explored by writers during the second phase of Indian English fiction? എന്തൊക്കെയായിരുന്നു തീംസ് ആൻഡ് സെക്കൻഡ് ഫേസ് ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത്? ആൻഡ് നെയിം സം നോട്ടബിൾ റൈറ്റേഴ്സ് ഫ്രം ദിസ് ഫേസ്. അപ്പൊ എന്തായിരുന്നു സെക്കൻഡ് ഫേസ് ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷനിലേക്ക് വരുന്ന സമയത്ത് they were explored themes like ഈസ്റ്റ് വെസ്റ്റ് എൻകൗണ്ടർ, ലൈക്ക് ഈസ്റ്റേൺ കൺട്രിയുടെയും വെസ്റ്റേൺ കൺട്രിയുടെയും ആ ഒരു കോൺട്രവൻസീസും അവരുടെ ആ ഒരു എൻകൗണ്ടേഴ്സും ആൻഡ് ഏലിയനേഷൻ, എക്സിസ്റ്റൻഷ്യൽ ആങ്സ്റ്റ് ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ഇഷ്യൂസ് ആൻഡ് ഫെമിനിസം ഒക്കെ ആയിരുന്നു മെയിൻ തീമായിട്ട് വന്നിരുന്നത്. കീ റൈറ്റേഴ്സ് ആരൊക്കെയായിരുന്നു? ഇൻക്ലൂഡ് കമല മർഖണ്ഡിയ ആൻഡ് അർബൻ പോവേർട്ടി ആൻഡ് കുശ്വന്ത് സിംഗിന്റെ ട്രെയിൻ ടു പാകിസ്ഥാൻ ഓൺ പാർട്ടീഷൻ, നയൻതാര സഹകളുടെ പൊളിറ്റിക്സ് ആൻഡ് വുമൻസ് ഫ്രീഡം ആൻഡ് അനിത ദേശായിയുടെ ഫെമിനിസം ആൻഡ് ഐഡന്റിറ്റി ഒക്കെ ആയിരുന്നു പ്രോമിനന്റ് റൈറ്റിംഗ്സ് ആയിട്ട് വന്നിരുന്നത്.